മൈ ചാനൽ. നല്ല ചൂടൊക്കെയല്ലേ, അപ്പോൾ നമുക്കിന്നൊരു നല്ല നാടൻ മോരുണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: നല്ല പുളിയുള്ള തൈര്, കൊച്ചുള്ളി, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില, മുളക്. ആവശ്യമായിട്ടുള്ള മുളക് നമുക്കിവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് ആവശ്യമായ മുളക് പറിച്ചെടുക്കാം. ഇത് നല്ല പാൽ മുളകാണ്, ഇതിന് നല്ല സ്മെല്ലാണ്, എരി വളരെ കുറവാണ് ഇതിന്. അപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ആദ്യം നമുക്ക് കുഞ്ഞുള്ളി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. നല്ല ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്, മിക്സിയിലിട്ട് അടിക്കുന്നതിനെക്കാട്ടി നല്ലത് ചതച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് കുഞ്ഞുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇഞ്ചി ചതച്ചെടുക്കാം. ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. മുളകിന് എരിവ് വളരെ കുറവായതുകൊണ്ട് ഇഞ്ചി കുറച്ച് കൂടുതലിട്ടാൽ നന്നായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളകാണെങ്കിൽ ഇഞ്ചി കുറച്ചിട്ടാൽ മതി. ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കാം. അടുത്തത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാൽമുളക് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. മുളക് നന്നായിട്ട് ചതയണം, കാരണം ചതഞ്ഞാലേ നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് ആ മോരിൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മുളക് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ മുളക് നമ്മളിവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് മല്ലിയിലയാണ്. മല്ലിയില നമുക്ക് ചതക്കേണ്ട ആവശ്യമില്ല. മല്ലിയില നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. മല്ലിയില നമ്മുടെ മോരിൽ ചേർക്കുമ്പോൾ മോരിനൊരു പ്രത്യേക മണമൊക്കെ കിട്ടും. അടുത്തത് നമുക്ക് കറിവേപ്പിലയാണ്. ഇത് നല്ല നാടൻ കറിവേപ്പിലയാണ്. അപ്പം നമുക്ക് ഈ കറിവേപ്പില നമുക്കൊന്ന് ചതച്ചെടുക്കണം. കറിവേപ്പില ചതച്ചെടുക്കുമ്പോഴത്തേന് അതിൻ്റെ സ്മെല്ല് കൂടും. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ചതച്ച കറിവേപ്പില നമുക്ക് മോരിൽ ചേർക്കുമ്പോൾ മോരിന് നല്ലൊരു മണമൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. മോരിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഒരു സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, മുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം, കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം, എല്ലാം നമ്മുടെ മോരിലേക്ക് പിടിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു വിക്സ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് മാറ്റി വെച്ചിരുന്ന മല്ലിയില കുറച്ച് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സംഭാരം അല്ലെങ്കിൽ മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.